പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5ലെ പ്രൈം ഫാക്ടറൈസേഷൻ എന്നുള്ള പോർഷനാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന്, ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അപ്പോൾ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പറിനെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടേക്ക് എ നമ്പർ സച്ച് ആസ് 56. 56 എന്താണ്? 56 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ 56നെ നമുക്ക് എങ്ങനെ എഴുതാം? 56നെ നമുക്ക് 4 × 14 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 4ഉം 14ഉം 56ൻ്റെ ഫാക്ടേഴ്സാണ് അല്ലേ? അതായത് 4ഉം 14ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 56 കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 4ഉം 14ഉം 56ൻ്റെ ഫാക്ടേഴ്സാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഒരു നമ്പറിനെ നമ്മൾ എടുക്കുന്നു, 14നെ നമ്മൾ എടുക്കുന്നു. 14ഉം എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം 14 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 14നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 7 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 14നെ നമ്മൾ 2 × 7 എന്ന് എഴുതി. ഇപ്പോൾ നമുക്ക് 56നെ എന്തെഴുതാം? 4 × 14 പകരം ഞാൻ 2 × 7 എന്ന് എഴുതുന്നു. ഇനി ഇവിടെ നോക്കിയാൽ 4ഉം എന്താണ്? 4ഉം ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം. അപ്പോൾ 56നെ നമുക്ക് 4ന് പകരം 2 × 2 എന്ന് എഴുതുന്നു. 14നെ നമ്മൾ എന്തെഴുതി? 2 × 7 എന്ന് എഴുതി. അപ്പോൾ 56നെ നമുക്ക് എന്ത് കിട്ടി? 2 × 2 × 2 × 7 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് എല്ലാം എന്താണ്? 2ഉം 7ഉം മാത്രമാണ് ഫാക്ടേഴ്സായിട്ട് വന്നത്. 2ഉം 7ഉം എങ്ങനെയുള്ള നമ്പേഴ്സാണ്? പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ 56നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സ് എങ്ങനെയുള്ള ഫാക്ടേഴ്സാണ്? പ്രൈം നമ്പേഴ്സാണ്. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതും. ഇപ്പോൾ ഇവിടെ 2 3 പ്രാവശ്യം കിട്ടി, 7 ഒരു പ്രാവശ്യവും കിട്ടി. പക്ഷേ ഫാക്ടേഴ്സ് എന്താണ്? 2ഉം 7ഉം മാത്രമാണ്, പ്രൈം നമ്പേഴ്സാണ്. ഇതിനെ അപ്പം നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ പ്രൈം നമ്പേഴ്സ് കിട്ടുന്നിടം വരെ നമ്മൾ ചെയ്യണം. പ്രൈം നമ്പറിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കിയാൽ വി ഹാവ് റിട്ടൺ 56 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. We have written 56 as a product of prime numbers. This is called a prime factorization of 56. അപ്പോൾ ഇങ്ങനെ 56നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 56. എല്ലാ ഫാക്ടേഴ്സും പ്രൈം നമ്പേഴ്സാണ്. ദ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആർ കോൾഡ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് 2 എന്താണ്? 56ൻ്റെ പ്രൈം ഫാക്ടറാണ്. അതേപോലെ 7 എന്താണ്? 56ൻ്റെ പ്രൈം ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ, ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 56 ആർ 2 ആൻഡ് 7. എവരി നമ്പർ ഗ്രേറ്റർ ദാൻ 1 ഹാസ് എ പ്രൈം ഫാക്ടറൈസേഷൻ. 1നെ കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും എന്തുണ്ട്? പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ പ്രൈം നമ്പേഴ്സ് ആകുന്നിടം വരെ എന്ത് ചെയ്യണം? അതിനെ ഫാക്ടേഴ്സ് ആക്കിക്കൊണ്ടിരിക്കണം. അതായത് ഫാക്ടേഴ്സ് ഇപ്പോൾ നമ്മളിവിടെ മുകളിൽ ചെയ്ത പോലെ 14 എന്താണ്? ഇവിടെ കോമ്പോസിറ്റ് നമ്പറാണ്. അതുകൊണ്ട് 14നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത് പ്രൈം നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തു, 2 × 7 എന്നാക്കി. അതേപോലെ 4ഉം കോമ്പോസിറ്റ് നമ്പറാണ്. അതിനെയും വീണ്ടും നമ്മൾ 2 × 2 കോമ്പോസിറ്റ് നമ്പറാക്കി എഴുതി. ദ നമ്പർ 1 ഡസ് നോട്ട് ഹാവ് എനി പ്രൈം ഫാക്ടറൈസേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ എനി പ്രൈം നമ്പർ. അപ്പോൾ 1നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. 1നെ നമുക്ക് ഒരു പ്രൈം നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാനും സാധിക്കില്ല. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. Okay, by going through different ways of breaking down the number, we wrote 63 as 3 × 3 × 7 and as 3 × 7 × 3. അപ്പോൾ നമുക്ക് 63യെ എങ്ങനെയൊക്കെ എഴുതാം?
3 ഇൻറ്റു 3 ഇൻറ്റു 7 എന്നും എഴുതാം. അതേപോലെ 3 ഇൻറ്റു 7 ഇൻറ്റു 3 എന്നും എഴുതാം. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണോ? അല്ല. കാരണം എന്താണ്? ഇതിലെ പ്രൈം നമ്പേഴ്സ് സെയിം ആണ് അല്ലേ? മുകളിലത്തിൽ 3യും 7ഉമാണ് പ്രൈം നമ്പേഴ്സ്, താഴെ വരുമ്പോഴും 3യും 7ഉമാണ് പ്രൈം നമ്പേഴ്സ്. രണ്ടിടത്തും 3 2 ടൈംസ് ഉണ്ട്, 7 1 ടൈമും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇനി 36നെ ഇവിടെ 4 ഡിഫറെൻറ്റ് വേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 36നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2 ഇൻറ്റു 18 എന്ന് എഴുതാം, 3 ഇൻറ്റു 12 എന്ന് എഴുതാം, 4 ഇൻറ്റു 9 എന്ന് എഴുതാം, 6 ഇൻറ്റു 6 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 2 ഓൾറെഡി പ്രൈം നമ്പറാണ്, 18 കോമ്പോസിറ്റ് നമ്പറാണ്. അതുകൊണ്ട് 18നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ 18 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 18 വന്നു. അപ്പോൾ ഇവിടെ വീണ്ടും 9 കോമ്പോസിറ്റ് നമ്പർ വന്നു. അതുകൊണ്ട് 9നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. 9നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ 36നെ എങ്ങനെ കിട്ടി? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു? 3 ഇൻറ്റു 12 എന്നാണ്. അപ്പോൾ 3 പ്രൈം നമ്പറാണ്, 12 കോമ്പോസിറ്റ് നമ്പറാണ്. അതുകൊണ്ട് 12നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. 12നെ എങ്ങനെ ചെയ്യാം? 3 ഇൻറ്റു 4 എന്ന് ചെയ്യാം. അപ്പോൾ 4 വീണ്ടും എന്തായി? കോമ്പോസിറ്റ് നമ്പറായി. അതുകൊണ്ട് 4നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 2 ഇൻറ്റു 2 എന്ന് എഴുതുന്നു. അപ്പോൾ എല്ലാം പ്രൈം നമ്പേഴ്സായി അല്ലേ? 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2. അതിനെ തിരിച്ച് വേണമെങ്കിൽ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡിൽ 4 ഇൻറ്റു 9 ആണ് നമ്മൾ 36നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഇവിടെ രണ്ട് നമ്പേഴ്സും എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ 4നെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഇൻറ്റു 2 എന്ന് എഴുതുന്നു, 9 അതേപോലെ എഴുതുന്നു. ഇനി ഇവിടെ കോമ്പോസിറ്റ് നമ്പറായിട്ടുള്ളത് 9 ആണ്. അതുകൊണ്ട് 9നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 3 ഇൻറ്റു 3 എന്ന് എഴുതുന്നു. അപ്പോൾ ലാസ്റ്റ് ഇത് കിട്ടി 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടി. പിന്നെ 36നെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? 6 ഇൻറ്റു 6. ഇവിടെ രണ്ട് നമ്പേഴ്സും എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 6നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 2 ഇൻറ്റു 3 എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കോമ്പോസിറ്റ് നമ്പർ ഉണ്ട്, ദാറ്റ് ഈസ് 6. ഈ 6നെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു 2 ഇൻറ്റു 3. അപ്പോൾ എന്ത് വന്നു? 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് വന്നു. അപ്പോൾ ഇവിടെ ഇതിനെല്ലാം തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 36 തന്നെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൈം ഫാക്ടേഴ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും. അതിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആയിട്ട് വരാം. ഓർഡർ ഡിഫറെൻ്റ് ആയിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. Thus the order does not matter. Usually we write the prime numbers in increasing order. സാധാരണ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാറുള്ളത്. അതായത് ചെറിയ നമ്പർ തൊട്ട് വലിയ നമ്പറിലേക്ക്. ഇപ്പോൾ 2ഉം 3ഉം പ്രൈം നമ്പേഴ്സ് 2 3 5 ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ പ്രൈം നമ്പേഴ്സിനെ സാധാരണ എഴുതാറുള്ളത്. അപ്പോൾ 225ൻ്റെ എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 കണ്ടോ. 30 എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 3 ഇൻറ്റു 5. ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും എഴുതുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് നമ്മൾ മുകളിൽ കണ്ടു. 36നെ ചെയ്യുന്നത് കണ്ടു. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ രണ്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഈ നമ്പറിനെ എഴുതും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 72നെ നമ്മൾ 12 ഇൻറ്റു 6 എന്ന് എഴുതുന്നു. ദെൻ വി ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ഈച്ച് ഓഫ് ദി ഫാക്ടേഴ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ഫാക്ടേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യുന്നു. ദി അബവ് എക്സാമ്പിൾ നോക്കിയാൽ ഇതിൽ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 6നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 72നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി ഇതിനെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നാണ്. ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാം? 2 എല്ലാം കൂടി ഒരുമിച്ച് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 3 ഇൻറ്റു 3 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ഇതിനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് തന്നെ കിട്ടും? 72
2 എന്ന് തന്നെ കിട്ടും.